ഹായ് എവരിവൺ. ബാറ്ററി ഹെൽത്തിനെ പറ്റി കൺസേൺ അല്ലാത്തവർ ആപ്പിൾ യൂസേഴ്സ് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ധാരണ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് അത്രത്തോളം ക്വയറീസ് നമുക്ക് വരുന്നുണ്ട് ബാറ്ററി ഹെൽത്തിനെ പറ്റിയിട്ട്. ഏതൊരാളും ബാറ്ററി ചേഞ്ച് ചെയ്യുന്നതിന് സമയത്ത് ഇതൊരു 1-2% ഇങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ അപ്ഡേറ്റിലും ബാറ്ററി ഹെൽത്ത് കുറഞ്ഞോ കൂടിയോ എന്നുള്ള ഭയങ്കര കൺസേൺസ് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ബാറ്ററി ഹെൽത്ത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ബാറ്ററി ഹെൽത്തിനെ പറ്റിയിട്ട് നമ്മളുടെ കസ്റ്റമേഴ്സിനും അതേപോലെ തന്നെ എല്ലാവർക്കും ഇതിനെപ്പറ്റി ആരൊക്കെയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത് അവർക്കൊക്കെ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള എന്താണ് ഈ ബാറ്ററി ഹെൽത്ത് എന്നുള്ള സംഭവം, എങ്ങനെയാണ് ഇത് കൗണ്ട് ചെയ്യുന്നത് എന്നുള്ളതും, എന്തൊക്കെയാണ് ഇതിന് ടെക്നിക്കലായിട്ട് ഇന്റേണലി ഹാർഡ്വെയർ ലെവലിൽ ഇതിന് യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്ക്രോൾ ചെയ്ത് പോകാൻ നിൽക്കണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. കാരണം ഇതിൻ്റെ ടോട്ടൽ ടെക്നിക്കൽ സൈഡ് വശങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്ത് ഇല്ലാണ്ട് പറ്റൂല. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, നമുക്ക് അറിയാൻ കഴിഞ്ഞ ഇൻഫർമേഷൻസ്, ടെക്നിക്കലി നമ്മൾ ഒരു ടെക്നിക്കൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു പരിചയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ബാറ്ററി ഹെൽത്തിന് കൺസേൺ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാറ്ററി ചാർജിങ് സൈക്കിളാണ്. ഒരു ചാർജിങ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്ററി നമ്മൾ 100% ചാർജ് ചെയ്ത് ഈ 100% ചാർജ് നമ്മൾ യൂസ് ചെയ്ത് തീർക്കുന്ന ആ ഒരു ടൈമിനെയാണ് നമ്മൾ ബാറ്ററി ഹെൽത്ത് എന്ന് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ബാറ്ററി ഹെൽത്ത് അല്ല, ബാറ്ററി സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ടൊരു ഉദാഹരണത്തിൽ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 1 ലിറ്ററിൻ്റെ ഒരു ജാറിൽ നമ്മൾ വെള്ളം നിറച്ചിട്ട് ആ 1 ലിറ്ററും ഫുള്ള് നമ്മൾ കുടിച്ചു തീർത്തു. അത് ഫുൾ ചാർജ് ഡിസ്ചാർജായി, വെള്ളം ഫുള്ളായിട്ട് നിറച്ചു, ആ ഫുള്ളായിട്ടുള്ള വെള്ളം നമ്മൾ കുടിച്ചു തീർത്തും ചെയ്തു. ഇതിനാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ആപ്പിൾ പുതിയ ഡിവൈസുകളിലൊക്കെ കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് 500 ടൈംസ് നിങ്ങൾ ഫുൾ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി മാറ്റാൻ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു എന്നാണ് ആപ്പിൾ പറയുന്നത്. അതോ സൈക്കിൾ കൗണ്ട് എന്നുള്ളത് കൊണ്ട് ആപ്പിൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് 500 ആണ് ഇപ്പോൾ പുതിയതിൽ പറയുന്നത്. പക്ഷേ നമ്മളുടെയൊക്കെ ഈ ഒരു എക്സ്പീരിയൻസിൽ, ഇത്രയും കാലത്ത് നമ്മളുടെ എക്സ്പീരിയൻസിൽ ഒരു 1000 സൈക്കിളെങ്കിലും ആവാതെ ഒരു ബാറ്ററിയും മാറ്റിയതായിട്ടുള്ള അറിവ് നമുക്കില്ല. കാരണം അത്രത്തോളം നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ ഒരു 500 സൈക്കിളാണ് ആപ്പിൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു 1.5 വർഷത്തേക്ക് ഒരു നോർമൽ ചാർജിങ് പീരീഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊക്കെ ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വൈകിട്ട് പോയിട്ട് കുത്തിവെക്കും, പിന്നെ പിറ്റേന്ന് രാത്രി അത് ഫുൾ ചാർജ് ആയിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ അത് ഡിസ്ചാർജ് ആവാൻ വൈകുന്നേരം ആവണമല്ലോ, അല്ലെങ്കിൽ രാത്രി ആവണം. ആ ഒരു പാറ്റേണിൽ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ യൂസേജിനനുസരിച്ചാണിത്. നമ്മളിപ്പോൾ 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് നമുക്ക് 100 കിലോമീറ്റർ ഓടാൻ പറ്റില്ല, അതിൻ്റെ മൈലേജ് എത്ര അതിനനുസരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ഇതിൻ്റെ ബാറ്ററിൻ്റെ ബാക്കപ്പ് നിർണ്ണയിക്കുന്നത്. അപ്പോൾ നോർമലി ഒരു ദിവസം ഒരു പ്രാവശ്യം ചാർജ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ 365 ഡേയ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1.5 വർഷമൊക്കെ ഏകദേശം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കണക്കാക്കാം. അപ്പോൾ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് മാറ്റണം. എന്തായാലും ഒരു 2 വർഷമോ ഒരു 2.5 വർഷമൊന്നും കഴിയാതെ ബാറ്ററി മാറ്റിയതായിട്ട് അധികം എക്സ്പീരിയൻസ് ഒന്നും നമുക്കില്ല. കാരണം അത്രത്തോളം ആളുകൾ അങ്ങ് തള്ളി നീക്കി കൊണ്ടുപോകും. പിന്നെ ഇതിൽ വരുന്നൊരു കൺസേൺ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഹെൽത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടത്. ആപ്പിള് റെക്കമെൻഡ് ചെയ്യുന്നത് പ്രകാരം, കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് പ്രകാരം 80% താഴെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ബാറ്ററി മാറ്റണം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയിലൊക്കെ എഞ്ചിൻ ഓയിലൊക്കെ മാറ്റുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് കുറേ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കുറഞ്ഞ് വരും. പിന്നീട് നമ്മൾ ടോപ്പപ്പ് ചെയ്ത് യൂസ് ചെയ്യും. അതേപോലെ തന്നെ അല്ലാണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫുള്ളായിട്ട് ആ പഴയത് ഊറ്റി കളഞ്ഞിട്ട് പുതിയത് നമ്മൾ നിറച്ചിട്ടാണ് ചെയ്യുക. അതേപോലെ തന്നെയാണ് ടോപ്പപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷന് ഈ ബാറ്ററിയുടെ കാര്യത്തിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്കത് ടോട്ടലി റീപ്ലേസ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും. പിന്നെ ആളുകൾക്കുള്ള ഒരു കൺസേൺ ആണ് ഈ ബാറ്ററി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ എൻ്റെത് ഇപ്പോൾ ഒരു 80% ആണെന്നുണ്ടെങ്കിൽ എനിക്കത് 90%ഓ 100%ഓ ആക്കി ബൂസ്റ്റ് ചെയ്ത് കണ്ട് അതിൻ്റെ ബാക്കപ്പ് കൂട്ടാൻ പറ്റുമെന്ന്. ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. ബാറ്ററിയുടെ BMS എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാനല് ഓരോരോ ബാറ്ററിയുടെ സെല്ലിലും അതിലൊരു സർക്യൂട്ട് വരുന്നുണ്ട്. ഈ സെല്ലിൽ നിന്നും ഈ സർക്യൂട്ട് മുഖാന്തരമാണ് മദർ ബോർഡിലേക്ക് ഈ ബാറ്ററിയുടെ ചാർജിൻ്റെ പാത്ത് കാര്യങ്ങളൊക്കെ വരുന്നത്. അതിലേക്കുള്ള ഒരു ട്രാൻസ്മിഷൻ അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ BMS ആണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. എത്ര ചാർജ് ആയി എന്നുള്ളതും എത്രയെന്ന് ഡിസ്ചാർജ് ആയി എന്നുള്ളതും അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതും അത് അവിടെ രേഖപ്പെടുത്തി വെക്കുന്നതും അതിനനുസരിച്ച് ഈ ബാറ്ററി ഹെൽത്തിന് കുറവും കൂടുതലും ഒക്കെ നമുക്ക് ഷോ ചെയ്ത് കാണിച്ചിരുന്നതൊക്കെ ഈ BMS ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ BMS എന്നുള്ളത് ഒരു പ്രോഗ്രാമിംഗ് ആണ്. ഈ പ്രോഗ്രാമിംഗ് നമുക്ക് സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും. നിങ്ങളിപ്പോൾ 70 ആണെന്നുണ്ടെങ്കിൽ 50 ആണെന്നുണ്ടെങ്കിൽ എനിക്കത് 100 ആക്കി തരാൻ പറ്റും, അല്ലാണ്ട് തന്നെ 96 ആക്കി തരാൻ പറ്റും, 95 ആക്കി തരാൻ പറ്റും. എത്രയാണോ നിങ്ങൾ പറയുന്നത് അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷേ ആ നമ്പർ മാത്രമേ അവിടെ കൂടുള്ളൂ. എന്ത് കൂടൂല? ബാക്കപ്പ് കൂടൂല. കാരണം നമുക്ക് അതിന് ആ ബാറ്ററിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ചാർജിൻ്റെ ഔട്ട്പുട്ട് എത്രയാണോ അതിൻ്റെ ആക്ച്വൽ ഹെൽത്ത്, ആ ആക്ച്വൽ ഹെൽത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ഓൺ ആയിട്ടൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 100 mAh ഒരു ബാറ്ററി ആണെന്ന് കരുതുക. നമ്മളൊന്ന് സിമ്പിൾ ചെറിയൊരു കണക്കായതുകൊണ്ടാണ് ഞാനൊരു 100 mAh നമുക്ക് എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു 100 mAh ബാറ്ററി. ഈ mAh എന്നുള്ളത് ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ലിറ്ററിൽ അളക്കൂല, അതേപോലെ തന്നെ ബാറ്ററിയുടെ ചാർജ് അതിൽ ശേഖരിക്കാൻ പറ്റുന്ന യൂണിറ്റിനാണ് നമ്മൾ ഈ mAh എന്ന് പറഞ്ഞിട്ടാണ് നമ്മളതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 100 mAh ഒരു ബാറ്ററിയിൽ 100 mAh നമുക്ക് അതിൽ ചാർജ് സ്റ്റോർ ചെയ്യാനും ഈ 100 mAh നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനും പറ്റും. ഈ ബാറ്ററി ഹെൽത്ത് അതിലിപ്പോൾ ഒരു 90% ആയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ 100 mAh കപ്പാസിറ്റി ഉണ്ടായിരുന്ന ആ ഒരു ബാറ്ററിയിൽ നമുക്ക് 90 mAh മാത്രമേ ചാർജ് ചെയ്യാനും അത് യൂസ് ചെയ്യാനും നമുക്ക് പറ്റുള്ളൂ. കാരണം 90 mAh നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജ് എത്രയാണോ നമ്മളതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് അത് മാത്രമല്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാറ്ററി ഹെൽത്ത് 80% അടിയിലായി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 100 mAh ബാറ്ററി ആയിരുന്നു എന്നുണ്ടെങ്കിൽ 80% ആണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് 80 mAh മാത്രമാണ്. അപ്പോൾ താരതമ്യേന ഇത് കുറയുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ബാറ്ററിയുടെ പെർഫോമൻസും കുറഞ്ഞു വരിക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ബാറ്ററി 80 mAh ഉള്ള ബാറ്ററി അതിലും താന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് കുറയും. കാരണം 100 mAh കിട്ടിയിരുന്ന ഒരു സമയത്ത് അതിൽ 80 mAh ഉള്ളൂ നമുക്കിപ്പോൾ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, മുമ്പ് 1 മണിക്കൂർ വർക്ക് ചെയ്താണെന്നുണ്ടെങ്കിൽ പിന്നീട് അത് എത്ര വർക്ക് ചെയ്യുള്ളൂ? 80% വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ 1 മണിക്കൂറിൽ നിന്നും ഒരു 10-15 മിനിറ്റ് എന്താവും, അതിൽ ഡിഗ്രീസ് ആയി പോവും. അപ്പോൾ നമുക്ക് ആ ബാക്കപ്പ് കിട്ടൂല. ഈ ഒരു പ്രശ്നം കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാറ്ററി മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കുറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞില്ല, ചില സമയങ്ങളിൽ ഫോണിന് മാക്സിമം പീക്കിൽ എത്തുന്ന സമയത്ത് എല്ലാ വോൾട്ടേജും കൂടി എല്ലാ കറണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് എടുക്കേണ്ടി വരും. അത് എനർജി മാക്സിമം യൂസ് ചെയ്യേണ്ട ചില ഘട്ടങ്ങളിലൊക്കെ വരും. ഇപ്പം നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ചിലവ് വരിക. അതേപോലെ തന്നെ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത്, കോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ലോ നെറ്റ്വർക്കിലൊക്കെ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം പവർ കൺസപ്ഷൻ വരും. ഇത്തരം സമയങ്ങളിലൊക്കെ കൂടുതൽ ചാർജ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത്തരം സമയങ്ങളിൽ കൂടുതൽ ചാർജ് ഡെലിവറി ചെയ്യാൻ ബാറ്ററിക്ക് കഴിഞ്ഞില്ല എന്നുണ്ട്, ഒരേ സമയം അറ്റ് എ ടൈം മാക്സിമം ചാർജ് ഡെലിവറി ചെയ്യാൻ പറ്റാത്ത സമയമാകുമ്പോൾ ബാറ്ററി എന്ത് ചെയ്യും, റീസ്റ്റാർട്ട് ആവുക എന്നുള്ള കംപ്ലൈൻറ്റുകളൊക്കെ വരും. അപ്പോൾ അത് ഒരു പരിധിയിലധികം ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ റീസ്റ്റാർട്ടിങ്ങിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 80% ഒക്കെ താഴെയായി ഒരു 75% ഒക്കെ ആയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാറ്ററി മാറ്റുക. അതാണ് ഏറ്റവും നല്ല ഒരു പരിപാടി. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിനനുസരിച്ചിട്ട് നമ്മൾ അതിനുള്ള ആൻസറോ കാര്യങ്ങളൊക്കെ തരും. ഇനി അതല്ല, നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ബാറ്ററിയെ സംബന്ധിച്ചിട്ടുള്ള ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. i.applecare-ലുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇത്തരം ഇൻഫർമേറ്റീവ് വീഡിയോസ് കിട്ടാൻ നമ്മൾ i.applecare-ന്റെ ഇൻസ്റ്റഗ്രാമും അതേപോലെ തന്നെ യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഒന്ന് ഫോളോ ചെയ്യുക. പുതിയ ഇൻഫർമേഷൻ വീഡിയോസ് നമ്മളുമായിട്ട് ഇതിലേക്ക് മുന്നോട്ട് വരും. നമ്മൾ ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ആയിട്ടായിരിക്കും വരുന്നത്. അല്ലാതെ നമ്മൾ വായിച്ചറിഞ്ഞ കാര്യങ്ങളോ വായിച്ചോതാക്കിയുള്ള കാര്യങ്ങളല്ല. നമ്മൾ എക്സ്പീരിയൻസിൽ നമ്മൾ കസ്റ്റമേഴ്സിനോട് ഇത്രയും കാലത്തെ സർവീസിൽ നമുക്കുണ്ടായ കാര്യങ്ങൾ, കസ്റ്റമറിൻ്റെ ഡയറക്റ്റ് ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് നമ്മളിത് നിരന്തരം കേൾക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ അത്തരം ഫീഡ്ബാക്കുകളുമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ വരുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇന്നൊരു സാധനത്തിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് അറിയുന്നതായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ മാക്സിമം ഇൻഫർമേഷൻ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും i.applecare-ന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊന്ന് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോസ്. നിങ്ങൾക്ക് ഇതിൽ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, കുറേ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് സോൾവ് ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുക. അങ്ങനെ സംശയങ്ങളുള്ള ആളുകളിലേക്ക് ഐഫോൺ സംബന്ധിച്ചിട്ടുള്ള റിലേഷനായിട്ടുള്ള ക്വസ്റ്റ്യനുകൾക്ക് നമ്മൾ മാക്സിമം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള മറുപടികൾ തരാൻ ശ്രമിക്കാം. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.